ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് ലവ് മലയാളം ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ചോറ് കൊണ്ടുള്ള ഒരു അലുവയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ജാറിലേക്ക് 2 കപ്പ് വെള്ള ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ബ്രൗൺ റൈസ് ആണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം വേണ്ട, നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്, കട്ടകളൊന്നുമില്ലാതെ. ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അടുത്തായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 വലിയ ശർക്കര പൊടിച്ചത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ശർക്കര പാനി തയ്യാറാക്കുവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതേസമയം ഞാൻ ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. തരികളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഹൽവ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവരും ഈ ഹൽവ കഴിക്കുന്നതായിരിക്കും. ഞാൻ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് നമ്മുടെ ചോറ് അരച്ചതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതേസമയം തന്നെ നമ്മുടെ ശർക്കര പാനി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറൊക്കെ ഒന്ന്, നമ്മുടെ ശർക്കര പാനി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഹൽവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാൻ ഒരു പാനിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ കരടൊക്കെ മാറുവാൻ വേണ്ടിയാണ് അരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മുടെ ചോറും കോൺഫ്ലവറും തേങ്ങാപ്പാലിൻ്റെ മിക്സ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറാണ്. ഇതൊന്ന് കുറുകി വരുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിൽ ഞാൻ ചേർക്കുന്നത്. അതും പല പല ഘട്ടങ്ങളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പം ഇത് അടിക്ക് പിടിക്കാതെ ഇരിക്കുവാൻ വേണ്ടി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതായുടെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അടുത്ത ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നെയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ശർക്കര പാനി തയ്യാറാക്കുമ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് എടുത്തുള്ളൂ. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് കൂട്ടാവുന്നതാണ്. ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ഈ ഹൽവയ്ക്കാണെങ്കിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട്. എൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറയുമ്പോഴത്തേക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്നിടം വരെയാണ്. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ചേർത്തത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്ക് ഏതാണോ കയ്യിലുള്ള നട്ട്സ് അതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നട്ട്സ് ഓപ്ഷണലാണ്. എന്നിട്ടൊന്ന് ഞാനൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ കളറൊക്കെ മാറി കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കുന്നു. കണ്ടോ, പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ഏത് പാത്രത്തിലാണോ ഹൽവ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ആദ്യം തന്നെ അല്പം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ വെള്ള കളർ എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ തേച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ്. ഞാൻ സ്പൂണിൽ അല്പം എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2.5 മണിക്കൂർ ഒന്ന് ചൂടാറുവാൻ വേണ്ടി വയ്ക്കുക. 2.5 മണിക്കൂറിന് ശേഷം ഞാനൊന്ന് ഡീമോൾഡ് ചെയ്യുകയാണ്. ടേസ്റ്റി ആയിട്ടുള്ള ചോറും കൊണ്ടുള്ള ഹൽവ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല സോഫ്റ്റാണ്. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ഇതിനൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലും രൂപത്തിലുമാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തേക്കണേ. എന്താ ടേസ്റ്റ് എന്നറിയാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണേ.
സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെയേറെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.